ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ ഒരു സർവകലാശാല ക്യാമ്പസിലും കാൽ കുത്താൻ അനുവദിക്കില്ലെന്ന് SFI. ആ ഭീഷണി ഏറ്റെടുത്ത ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാൽ കുത്തി എന്ന് മാത്രമല്ല, ഇന്നലെയും ഇന്നും അവിടെ ഗസ്റ്റ് ഹൗസിൽ അന്തിയുറങ്ങുകയും ചെയ്യുന്നു. ഗവർണർ തേഞ്ഞിപ്പലത്ത് എത്തുന്നതിന് മുമ്പ് SFI പ്രവർത്തകർ ശക്തമായ ഉപരോധം തീർത്തെങ്കിലും പോലീസ് അവരെയെല്ലാം നീക്കി അദ്ദേഹത്തിൻ്റെ യാത്ര സുഗമമാക്കി. പോലീസ് SFIക്കാരെ കൈകാര്യം ചെയ്ത രീതി പാനലിസ്റ്റുകളും പ്രേക്ഷകരും കണ്ടല്ലോ. ലാത്തി കയ്യിലുണ്ടായിരുന്നെങ്കിലും അതിന് വിശ്രമം കൊടുത്ത പിണറായി വിജയൻ്റെ പോലീസ് ആലപ്പുഴയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി തല്ലിച്ചതക്കിയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രകോപനമുണ്ടായിട്ടും പോലീസുകാർക്കെതിരെ ആക്രോശിച്ചിട്ടും SFIക്കാരെ അനുനയിപ്പിച്ച പോലീസ് ആലപ്പുഴയിൽ വഴിയരികിൽ നിലയുറപ്പിച്ച് വെറും മുദ്രാവാക്യം വിളിച്ചവരെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി നീളൻ വടി ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും തല്ലി അരിശം തീർക്കുകയായിരുന്നു. ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ടെന്നിരിക്കെ അവരെ 2 തരമാക്കി തിരിച്ച് നിയമം നടപ്പിലാക്കിയത് ശരിയാണോ? എഡിറ്റേഴ്സ് ചോയ്സ് ഈ ഇരട്ടത്താപ്പിനെയാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയോട് പ്രതിഷേധിച്ചാൽ ലാത്തി ചാർജ്, ഗവർണറോട് കൊമ്പ് കോർത്താൽ അനുനയിപ്പിക്കലും ആശ്വസിപ്പിക്കലും. ഇതാണോ യഥാർത്ഥ പോലീസിംഗ്?